Good morning. Welcome to my YouTube channel Kerala PSC Technical Previous Year Question Papers. ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രീവിയസ് ഇയർ കേരള PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ഇപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The head over a 90-degree V notch increases from 0.15 to 0.3 meters. The ratio of the new discharge to the original discharge is option A 1.414, option B 2.25, option C 4, option D 5.657. Answer ഓപ്ഷൻ ഡി 5.657. ഇതിൻ്റെ ആൻസർ എങ്ങനെ വന്ന് നോക്കാം. ഒരു വി നോച്ച് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കുലർ നോച്ചാണ്. അപ്പോൾ ആ ട്രയാങ്കുലർ നോച്ചിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ Q = 8/15 CD L tan θ/2 √2G h⁻5/2. ഇതിൽ എച്ചിൻ്റെ വാല്യൂ മാത്രമേ ക്വസ്റ്റ്യനിൽ ചേഞ്ച് ആവുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ 90 ഡിഗ്രി വി നോച്ചാണെന്നൊക്കെ പറയേണ്ടത്, പക്ഷേ 90 ഡിഗ്രി വി നോച്ച് 90 ഡിഗ്രി എന്ന് പറയുന്നത് ചേഞ്ച് ആവണില്ല. ആകെ ഹൈറ്റിൻ്റെ വാല്യൂ മാത്രം 0.15 എന്നല്ലേ, ഹെഡിൻ്റെ വാല്യൂ മാത്രം 0.15 നിന്ന് 0.3 ചേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ആദ്യത്തെ ആ പോർഷൻ ഫുൾ കളയാം, അതായത് 8/15 CD L tan θ/2 √2G. കാരണം ഇത്രയും പോർഷൻ രണ്ട് കണ്ടീഷനിലും സെയിം ആണ്. ആകെ h⁻5/2 എന്ന് പറഞ്ഞ പോർഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം ഹൈറ്റ് മാത്രമേ ഇവിടെ ചേഞ്ച് ആവുന്നുള്ളൂ. അതുകൊണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ റേഷ്യോ = h1⁵5/2 h2⁵5/2. അപ്പോൾ ആദ്യത്തെ ഹൈറ്റ് 0.15 ആയിരുന്നു, രണ്ടാമത്തെ ഹൈറ്റ് 0.3 ആയിരുന്നു. അപ്പോൾ 0.3⁵5/2 0.15⁵5/2. അതിൻ്റെ ആൻസർ 5.657. അപ്പോൾ ആ ഹൈറ്റിൻ്റെ ഈ ഡിസ്ചാർജ് ഓഫ് ട്രയാങ്കിൾ നോച്ചിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. Q = 8/15 CD L tan θ/2 √2G h⁻5/2. അതിൽ h⁻5/2 മാത്രം നമുക്കിവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ലെങ്ത് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 5.657. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A floating body will remain in stable equilibrium so long as option A metacenter M lies below the center of gravity, option B metacenter M lies above the center of gravity, option C metacenter and center of gravity remains at the same position, option D none of these. Answer option B, the metacenter M lies above the center of gravity ആണ്. അതെങ്ങനെ വന്നേ നോക്കാം. ഇതാണ് ഒരു ഫ്ലോട്ടിംഗ് ബോഡി. ഫ്ലോട്ടിംഗ് ബോഡിയിൽ മെയിനായിട്ട് 3 പോയിൻറ്റ്സ് ആണ് ഉണ്ടാവുക. പോയിൻ്റ് M, പോയിൻ്റ് G, പോയിൻ്റ് B. അപ്പോൾ പോയിൻ്റ് B എന്ന് പറയുന്നത് ബോയൻസി പോയിൻറ്റും, പോയിൻ്റ് G എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും, പോയിൻ്റ് M എന്ന് പറയുന്നത് മെറ്റാ സെൻറ്ററുമാണ്. ഈ പോയിൻ്റ് G എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയതുകൊണ്ട് അത് ആ ബോഡിയുടെ ഫുൾ ജോമെട്രിയുടെ ഓൾമോസ്റ്റ് സെൻറ്ററിലായിട്ടായിരിക്കും. ഒരു റെഗുലർ ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്ററിലായിട്ടായിരിക്കും പോയിൻ്റ് G ഇരിക്കുക. അതേസമയം പോയിൻ്റ് B എന്ന് പറയുന്നത് ബോയൻ ഫോഴ്സ് ഒരു ഫ്ലോട്ടിംഗ് ബോഡിക്ക് എപ്പോഴും പോയിൻ്റ് Gയുടെ അടിയിലായിരിക്കും. കാരണം ബോയൻ ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ബോഡിയിലെ എന്തോരം പോർഷൻ ഇമേഴ്സ്ഡ് ആയിട്ടുണ്ടോ ആ ഇമേഴ്സ്ഡ് ബോഡിയുടെ ഓൾമോസ്റ്റ് സെൻറ്ററായിട്ടായിരിക്കും ബോയൻ പോയിൻ്റ് വരിക ഒരു റെഗുലർ ബോഡി ആയിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ളി ഇമേഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് ബിയും പോയിൻ്റ് ജി ഓൾമോസ്റ്റ് സെയിമിട്ട് വരും. വീണ്ടും താഴത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് ബി മുകളിലോട്ട് പോകും. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആയതുകൊണ്ട് ഈ ഒരു ബോഡിയുടെ ഫുൾ പോർഷൻ താഴത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് പോയിൻ്റ് ബി ബോയൻ ഫോഴ്സ് ബോയൻ പോയിൻ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെ നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ മുകളിലാണ് മെറ്റാ സെൻറ്റർ. ഈ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും.
ഒരു ഫ്ലോട്ടിംഗ് ബോഡി ഓസിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോട്ടിംഗ് ബോഡി ഓസിലേറ്റ് ചെയ്യപ്പെടുന്ന പോയിൻ്റ്, അതിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്റ്റ് ടു ആ പോയിൻ്റ് ആയിരിക്കും ആ ഫ്ലോട്ടിംഗ് ബോഡി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏത് ബോഡി ഓസിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും വിത്ത് റെസ്പെക്ട് ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റ് വിത്ത് റെസ്പെക്റ്റ് ടു ആയിട്ടാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു ഫ്ലോട്ടിംഗ് ബോഡി ഓസിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വിത്ത് റെസ്പെക്ട് ടു മെറ്റാ സെൻറ്റർ ആയിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്. ഇനി അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പോയിൻ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതേപോലെ തന്നെ പോയിൻ്റ് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് മെറ്റാ സെൻറ്റർ. അപ്പോൾ എപ്പോഴും മെറ്റാ സെൻറ്റർ ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ ഏറ്റവും മുകളിലായിരിക്കും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും ബോയൻസി പോയിൻ്റെയൊക്കെ മുകളിലായിരിക്കും മെറ്റാ സെൻറ്റർ. അതുകൊണ്ടാണ് ഇവിടെ 12th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ദ മെറ്റാ സെൻറ്റർ ലൈസ് എബവ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇനി 13th ക്വസ്റ്റ്യൻ നോക്കാം. ദ നോമിനൽ തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ represents the distance from the surface to a point where option A, the flow ceases to be laminar. Option B, velocity is 99% of its asymptotic limit. Option C, shear stress becomes maximum. Option D, the flow behaves as if it were rotational. എന്താണ് ഈ ബൗണ്ടറി ലെയർ നോക്കാം. ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് നമുക്കൊരു ബോഡിയിലൂടെ അല്ലെങ്കിൽ ഒരു പൈപ്പിൽ കൂടെ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ കൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന എല്ലായിടത്തും ഒരേ വെലോസിറ്റിയിലായിരിക്കില്ല. പകരം ആ ഒരു പൈപ്പോ അല്ലെങ്കിൽ ആ പ്ലേറ്റിന് ബൗണ്ടറിയോട് ചേർന്ന ലെയറിൽ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. പിന്നെ ഈ ഗ്രാഫിൽ കാണിച്ചേണ പോലെ ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടി ഒരു പോയിൻ്റ് എത്തുമ്പോൾ അത് ശരിക്കും ആ പൈപ്പിൻ്റെ ഉള്ളിൽ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയുടെ 99% എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് ആ ബൗണ്ടറി ലെയർ അവിടെ അവസാനിച്ചു എന്ന് പറയുക. ഈ റെഡ് ലൈനിൽ കാണിച്ചു തന്നത് ബൗണ്ടറി ലെയർ. അതിലിപ്പോൾ കാണുന്ന പോലെ ആദ്യത്തെ കുറച്ച് ഭാഗം ലാമിനാർ ഫ്ലോയിലായിരിക്കും പോകുന്നത്. അതായത് ഒരു പൈപ്പിൻ്റെ ബൗണ്ടറി അതിലൊരു പ്ലേറ്റിൽ കൂടെ ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ ആ പ്ലേറ്റിനോട് ചേർന്ന ആ പൊസിഷനിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ അത് ലാമിനാർ ഫ്ലോയിലായിരിക്കും. പിന്നെയും കുറച്ചും കൂടെ പിന്നെ അതിൻ്റെ വെലോസിറ്റി കുറച്ച് കൂടും. അങ്ങനെ അത് കൂടി വരും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം അത് ലാമിനാർ ഫ്ലോയിലായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ലാമിനാർ ഫ്ലോയിൽ അതിൻ്റെ വെലോസിറ്റി കൂടി ഒരു പോയിൻ്റ് വരെ എത്തും. അത് കഴിഞ്ഞിട്ട് അത് ട്രാൻസിഷൻ ഏരിയയിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് അതിനുശേഷം അത് ടർബുലൻറ്റ് ഫ്ലോയിലോട്ട് പോകും. ടർബുലൻറ്റ് ഫ്ലോയിലോട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി അങ്ങനെ കൂടി ഉണ്ടാവും. അങ്ങനെ കൂടി അത് 99% ആകുമ്പോഴാണ് അത് നോർമൽ ഫ്ലോയിലോട്ട് പോകുന്നത്. അപ്പോൾ ആ 99% ആവണ വരെ ഈ ബൗണ്ടറി ലെയറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 13th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, വെലോസിറ്റി ഈസ് 99% ഓഫ് ഇറ്റ്സ് asymptotic limit. 99% ഓഫ് നോർമൽ വെലോസിറ്റി ആകുമ്പോഴാണ് ബൗണ്ടറി ലെയർ തീരുന്നത്. ഇപ്പോൾ ലാമിനാറിൽ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ഫ്ലോ സീസസ് ടു ബി എ ലാമിനാർ ഫ്ലോ നിൽക്കുമ്പോൾ അവിടെ ബൗണ്ടറി ലെയർ തീരുന്നില്ല. അതേപോലെ തന്നെ ഷിയർ സ്ട്രെസ് മാക്സിമം ആകുമ്പോഴും ബൗണ്ടറി ലെയർ തീരുന്നില്ല. കാരണം ഷിയർ സ്ട്രെസ് മാക്സിമം എപ്പോഴും ആ ലെയറിനോട് അല്ലെങ്കിൽ ആ പ്ലേറ്റിനോട് ചേർന്ന പൊസിഷനിലായിരിക്കും. അതിൽ വെലോസിറ്റി 0 ആയിട്ട പൊസിഷനിലാണ് ഷിയർ സ്ട്രെസ് മാക്സിമം ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷിയർ സ്ട്രെസ് മാക്സിമം ആയിട്ട് സ്ഥലത്തും അല്ല ബൗണ്ടറി ലെയർ തീരുന്നത്. ബൗണ്ടറി ലെയർ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് മാക്സിമം ആയിട്ട് പൊസിഷനാണ്. ഈ കാണിച്ചേക്കണതിൽ ആ ബൗണ്ടറി ലെയർ തുടങ്ങുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അതായത് വെലോസിറ്റി 0 ആയിട്ടുള്ള പൊസിഷൻ, ആ റെഡ് ഗ്രാഫ് തുടങ്ങുന്ന പൊസിഷൻ, അവിടെയാണ് ശരിക്കും ഷിയർ സ്ട്രെസ് മാക്സിമം. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ബൗണ്ടറി ലെയർ തുടങ്ങണേ ഉള്ളൂ. ബൗണ്ടറി ലെയർ അവസാനിക്കുന്നത് 99% ഓഫ് വെലോസിറ്റി എത്തുമ്പോഴാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ, എ പിറ്റഡ് ട്യൂബ് ഇസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ്. ഓപ്ഷൻ എ, പ്രഷർ ഓഫ് ഫ്ലോ. ഓപ്ഷൻ ബി, ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ്. ഓപ്ഷൻ സി, വെലോസിറ്റി ഓഫ് ഫ്ലോ. ഓപ്ഷൻ ഡി, ടോട്ടൽ എനർജി. ആൻസർ ഓപ്ഷൻ സി, വെലോസിറ്റി ഓഫ് ഫ്ലോ.
ഇത് സാധാരണ ഒരു പിറ്ററ്റ് ട്യൂബ് നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യാനൊക്കെ നമ്മുടെ ലാബുകളിലൊക്കെ ഉപയോഗിക്കും. പക്ഷേ അത് ശരിക്കും ഡിസ്ചാർജ് അല്ല മെഷർ ചെയ്യുന്നത്, ശരിക്കും വെലോസിറ്റി മെഷർ ചെയ്ത് അതിനെ ഡിസ്ചാർജിൻ്റെ ടേംസിലോട്ട് മാറ്റണയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു പിറ്ററ്റ് ട്യൂബ് ഉപയോഗിക്കുന്നത് വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ അത് എയറോപ്ലെയിൻസിലൊക്കെ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പിറ്ററ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സാധാരണ ട്യൂബ് തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് ഒരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും, ഒരു ഫ്ലോയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ആ വെലോസിറ്റി അവിടെ ആ വെലോസിറ്റി 0 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജിയാണ് അവിടെ 0 ആവുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ എനർജിയോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പൊട്ടൻഷ്യൽ എനർജിയോട്ട് സാധനം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി ഒരിക്കലും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വന്ന് ഫ്ലൂയിഡ് നിൽക്കും. എന്ന് വെച്ചാൽ നേരത്തെ നല്ല വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൂയിഡിനെ നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ അത് വന്ന് നിൽക്കും. അപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന വെലോസിറ്റി മൊത്തം 0 ആയിട്ട് മാറും. അങ്ങനെ 0 ആയിട്ട് മാറുമ്പോഴേക്കും അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് ശരിക്കും അവിടെ 0 ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ കൈനറ്റിക് എനർജി തീർന്നു. കൈനറ്റിക് എനർജി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ആ എനർജി വേറൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം. ആ ഫോം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി എന്തോരം ഇൻക്രീസ് ആയെന്നുള്ളത് നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എത്രയാണ് നമ്മൾ മെഷർ ചെയ്യണത്. ഇതിനാണ് നമ്മൾ പിറ്ററ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ പിറ്ററ്റ് ട്യൂബ് ഒരു വെലോസിറ്റി മെഷർ ചെയ്യണ ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് 14th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി, വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഇനി 15th ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെസിഫിക് സ്പീഡ് NS = n√q by h⁻³ for a double suction pump is to be evaluated. The discharge would be taken. Option A, half the actual discharge. Option B, actual discharge. Option C, double the actual discharge. Option D, square the actual discharge. സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് n√q h⁻³ അപ്പോൾ അതിൽ നമ്മൾ Q എന്ന് പറയുന്നത് ഡിസ്ചാർജാണ്. ഡിസ്ചാർജ് സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ വോളിയം ആയിട്ട് എന്തോരം ഡിസ്ചാർജ് ആ ഒറ്റ ഒരു ഇതിൻ്റെ എന്തോരം വോളിയമായിട്ട് വരും, എന്തോരം ഡിസ്ചാർജ് ആയി കിട്ടും എന്നുള്ളത് നമ്മൾ Q എന്ന് കൊടുക്കുന്നത്. നമുക്കറിയാം ഒരു ഡബിൾ സക്ഷൻ പമ്പ് എന്ന് പറയുമ്പോൾ 2 സൈഡിൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഡിസ്ചാർജിൻ്റെ ഇരട്ടിയാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും കിട്ടുന്ന ഡിസ്ചാർജിൻ്റെ പകുതി വേണം എടുത്തിട്ട് നമ്മൾ സ്പെസിഫിക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ, ഹാഫ് ദി ആക്ച്വൽ ഡിസ്ചാർജ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC ടെക്നിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്